ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ ക്യാമറ UI വരുന്നത്. ഓക്കെ, സോ രണ്ടിന് നമുക്ക് ഹൈ റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ വിവോ X70 Pro പ്ലസിൽ കിട്ടുന്നുണ്ട്. അത് രണ്ട് ക്യാമറാസ് ഉപയോഗിക്കാം. നമുക്ക് ഒന്നെങ്കിൽ 48 MB ഉപയോഗിക്കാം, അല്ലെങ്കിൽ 50 MB. ദാറ്റ് മീൻസ് മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മീൻവെൽ നമുക്ക് ഗാലക്സി S21 അൾട്രയിൽ നമുക്കൊരു 108 MB നമുക്ക് യൂസ് ചെയ്യാം. സോ 50 MB ഹൈ റെസൊല്യൂഷൻ വേഴ്സസ് 108 MB ആണ് നമ്മുടെ ഗാലക്സി S21 അൾട്രയിൽ വരുന്നത്. പിന്നെ അതിനകത്ത് ബാക്കി വീഡിയോസിനകത്ത് നമുക്ക് സ്റ്റേബിലൈസേഷൻ മോഡ്സ് ആണ് ആദ്യം പറയാനുള്ളത്. സോ സ്റ്റെബിലൈസേഷൻ മോഡ്സ് നമുക്ക് ഇവിടെ സൂപ്പർ സ്റ്റഡിന് ഒറ്റ മോഡേ കിട്ടുന്നുള്ളൂ. ആൻഡ് മീൻ വൈൽ നമുക്ക് നമ്മുടെ വിവോ X70 Pro പ്ലസിൽ കിടുക്കൻ സ്റ്റെബിലൈസേഷൻ, കാരണം ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഹൊറിസോൺ ലൈൻ സ്റ്റെബിലൈസേഷൻ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ അൾട്രയുണ്ട്. പിന്നെ നമുക്ക് രണ്ടിലും പ്രോ മോഡ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് അപ്പേർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോ മോഡ് ഉള്ളത്. ഓക്കെ, സോ ഉണ്ടോ, രണ്ടിനും പ്രോ മോഡ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഗാലക്സി S21 ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഈ പ്രോ മോഡ് വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് കണ്ടോ, പ്രോ വീഡിയോ എന്ന് പറഞ്ഞൊരു മോഡ് നമുക്ക് അവൈലബിൾ ആണ്, പ്രോ വീഡിയോ. സോ പ്രോ ദാറ്റ് മീൻസ് ഈ അപ്പേർച്ചർ, ISO, വൈറ്റ് ബാലൻസ് നമുക്ക് എല്ലാം മാനുവലായിട്ട് നമുക്ക് വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഫോട്ടോയിൽ മാത്രമല്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഓപ്ഷൻ ഉണ്ട്, ഡയറക്ടേഴ്സ് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഡയറക്ടേഴ്സ് വ്യൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഫോണിൻ്റെ ഇതാണ് ഫ്രണ്ട് ക്യാമറ നമ്മുടെ 3 റിയർ ക്യാമറാസ് നമുക്ക് കണ്ടോ, അത് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് 3 ക്യാമറാസ് നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് അറ്റ് എ ടൈം നമുക്ക് 3 ക്യാമറാസ് നമുക്ക് ഇങ്ങനെ മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. എല്ലാം വിത്ത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. സോ അത് നൈസ് ഫീച്ചറാണ്. നമുക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അത് മീൻസ് കണ്ടോ, നമ്മുടെ മോഡിനകത്ത് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോഡ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഞാൻ ജസ്റ്റ് ഒരു ഓവർലൈൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ ഏറ്റവും ഹൈലൈറ്റിലായിട്ടുള്ള ഫീച്ചറാണ് നമ്മുടെ ഹൊറിസോൺ ലൈൻ സ്റ്റെബിലൈസേഷൻ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ്, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ ഹൊറിസോൺ ലെവൽ സ്റ്റെബിലൈസേഷനാണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വീഡിയോ എടുക്കുക. അതിൽ ഏറ്റവും ടോപ്പിൽ ഇതിനകത്താണ് നമ്മുടെ ഹൊറിസോൺ ലൈൻ സ്റ്റെബിലൈസേഷൻ എടുക്കുക. അതേ ഹൊറിസോൺ ലൈൻ. ദാറ്റ് മീൻസ് നമ്മുടെ ഫോൺ ദാറ്റ് മീൻസ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോ, ദാറ്റ് മീൻസ് ഇപ്പോൾ ആ ഗേറ്റ്, ദാറ്റ് മീൻസ് അതാണ് നമ്മൾ എടുക്കുന്നത്. അത് സ്റ്റഡി ആയിട്ട് ഞാൻ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ ഫോൺ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്തു, എത്ര റൊട്ടേറ്റ് തിരിച്ച് 360 ഡിഗ്രി എനിക്ക് കൈ കൊണ്ട് പറ്റുന്നില്ല. ഓക്കെ, എത്ര ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഫുട്ടേജ് നോക്കാം. പ്ലേ. ഇത് വീഡിയോ ആണ് കേട്ടോ, അത് നിങ്ങൾക്ക് താഴെ കാണുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റിൽ ഇമേജ് ആയിട്ട് തോന്നും. കണ്ടോ, നമ്മൾ അത്രയും തിരിച്ചിട്ട് ഒരനക്കാൻ പോലും ഇല്ല. കണ്ടോ, ഫോൺ 360 ഡിഗ്രി കറക്കുന്ന സമയത്ത് പക്ക സ്റ്റെബിൾ. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കൈയുടെ ഒരു ഷെയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചെറുതായിട്ടൊരു അനക്കം പോലെ, അല്ലെങ്കിൽ പക്ക സ്റ്റേബിളായിട്ട് തന്നെ ആയിരിക്കും. കിട്ടില്ല സംഭവമാണ് നമ്മുടെ X70 Pro പ്ലസിൻ്റെ ഹൊറിസോൺ ലെവൽ സ്റ്റെബിലൈസേഷൻ. അതുകൂടാണ്ട് നമുക്ക് വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോഡ്സോടെ വരുന്നുണ്ട്. നമുക്ക് അൾട്രയും സ്റ്റാൻഡേർഡും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഗാലക്സി S21 100x സൂമിങ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാമറ ആപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ 0.6x ആൻഡ് 1x 3x. ഓക്കെ, ഇതാണ് 10x 30x ആൻഡ് ഓൾ ദ വേ അപ് ടു 100x പോകാം നമുക്ക്. ഓക്കെ, ഇതാണ് 100x. ഓക്കെ,
Galaxy S21 Ultra, Vivo X70 Pro Plus. സോ ആക്ച്വലി ഇത് നമുക്ക് ഇതിൻ്റെ അൾട്രാ വൈഡ് മാക്സിമം ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറാസാണ് രണ്ടിനും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഗാലക്സി S21 Ultra ഒരു 12 MB അൾട്രാ വൈഡ്, നമ്മുടെ വിവോ X70 Pro Plusൽ 48 MB അൾട്രാ വൈഡ്. പക്ഷേ നിങ്ങൾ ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഇമേജ് കണ്ട്, ദാറ്റ് മീൻസ് ഇങ്ങനെ നോർമൽ കണ്ടീഷനിൽ ഇമേജ് കണ്ട് നമുക്ക് ഗാലക്സി S21 Ultra ഇഷ്ടപ്പെടും. കാരണം നല്ല ഡൈനാമിക് റേഞ്ചാണ് ഗാലക്സി S21 Ultra പിക്കിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഗ്രീനൊക്കെ നല്ല ഷാർപ്പ് ഗ്രീനൊക്കെയാണ്. ബട്ട് മീൻ വൈൽ നമ്മുടെ കുറച്ചങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്, ദാറ്റ് മീൻസ് ആ ഒരു ഡെപ്തും കാര്യങ്ങളും ആ ഇലയുടെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചുകൂടെ വന്നിരിക്കുന്നത് നമ്മുടെ വിവോ X70 Pro Plus ആണ്. പക്ഷേ ആ ഒരു കളർ, ദാറ്റ് മീൻസ് ഒരു കളറിൻ്റെ കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് നമുക്ക് നമ്മുടെ കണ്ടതിന് നിങ്ങൾ ആ ഈ രണ്ട് ഇവിടെ ആ ഇലയുടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കുറച്ചും കൂടെ നല്ല ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗാലക്സി S21 Ultra. ബട്ട് ഡീറ്റെയിലിംഗ് കൂടുതൽ നമ്മുടെ വിവോ X70 Pro Plus ആണ്. നെക്സ്റ്റ് ഒരു സെയിം അൾട്രാ വൈഡിന് വേറെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, ഇതാണ് അടുത്ത ഔട്ട്പുട്ട് വന്നത്. ഇതിൻ്റെ നിങ്ങൾ ആ സ്കൈ ഒക്കെ നോക്കി അറിയാൻ പറ്റും, രണ്ടും രണ്ട് കളറാണ്. ഇത് കുറച്ചും കൂടെ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ, ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോറി, യെസ്, കണ്ടോ ഡിഫറൻസ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ആ ഗ്രീൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഗ്രീൻ ശ്രദ്ധിച്ചോ, കുറച്ചും കൂടെ ഡീപ്പർ ഗ്രീനാണ് ഇവിടെ വന്നത്. ബട്ട് ഈ സെയിം സംഭവം തന്നെ, ദാറ്റ് മീൻസ് ഈ 48 MP ക്യാമറ X70 Pro Plus ആണ്. ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ചും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ വിവോ X70 Pro Plus. പക്ഷേ ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും കൂടുതൽ നമ്മുടെ ഗാലക്സി S21 Ultra ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ് രണ്ടിൻ്റെയും ഞാൻ പറയാൻ പോണേ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഗാലക്സി S21 Ultra'യുടെ സ്റ്റെബിലൈസേഷൻ നോക്കാം ജസ്റ്റ്. ഓക്കെ, കൊള്ളാം. ഇനി നമ്മുടെ വിവോ X70 Pro Plus നോക്കാം. ഓക്കെ, രണ്ടും ഓൾമോസ്റ്റ് നെക്ക് ഇൻ നെക്കാണ്. ബട്ട് ഞാൻ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്കിതിനകത്ത്. സോ നമുക്ക് ഈ ഗാലക്സി S21 Ultra ഒറ്റ മോഡാണ് നമുക്ക് ചെയ്യണ്ടോ, ഈ ഒരു ഒറ്റ മോഡ് സൂപ്പർ സ്റ്റഡി എന്ന് പറഞ്ഞ മോഡ് മാത്രം. പക്ഷേ നമ്മുടെ വിവോ X70 Pro Plusൽ കുറേ മോഡ്സ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഇവിടെ ഒരു സംഭവമായിരിക്കും പ്രോ. ദാറ്റ് മീൻസ് ആൻറ്റി ഷെയ്ക്ക് പ്രോ എന്ന് പറഞ്ഞൊരു മോഡുകൾ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. സോ മാക്സിമം കുറച്ചും കൂടെ സ്റ്റെബിലൈസേഷൻ ഫീച്ചർ. ബട്ട് ഈ ഗാലക്സി S21 Ultra'യുടെയും നെക്കിനൊക്കെയായിട്ട് തോന്നിയ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഓടിയത്. ബട്ട് രണ്ട് ഓൾമോസ്റ്റ് നെക്കിനൊക്കെയാണ്. പിന്നെ ഈ ഫീച്ചേഴ്സ് വൈസ്, ദാറ്റ് മീൻസ് നമ്മൾ എല്ലാ സിറ്റുവേഷൻസിലും കുറച്ചും കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഒരു മൈനർ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ ഗിംബൽ OS ഒക്കെ ഉള്ളത് കാരണം കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ സാധ്യത നമ്മുടെ വിവോ X70 Pro Plus. നിങ്ങൾ ഹെവി വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് അഡ്വാൻറ്റേജ്. ബട്ട് ഗാലക്സി S21 Ultra നെക്കായിരുന്നു. ഓക്കെ, ബട്ട് നമ്മുടെ സ്റ്റെബിലൈസേഷൻ മോഡ്സും ഒക്കെ കാരണം നമുക്ക് X70 Pro Plusഉം രണ്ടും കട്ടൊക്കെയാണ്. പിന്നെ ഈ ഗിംബൽ OSങ്ങളുള്ളത് കാരണം നമ്മുടെ ഇപ്പോൾ ഞാൻ ഓടിയെന്ന് വെച്ചാൽ പ്ലെയിൻ സർഫസിൽ കൂടെ സ്പീഡിൽ ഓടിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലാത്ത ദാറ്റ് മീൻസ് ഇങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഓടുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലത് വിവോ X70 Pro Plus ആയിരിക്കും. ഓക്കെ, മോഡ്സും കുറേ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈ റെസൊല്യൂഷൻ, ദാറ്റ് മീൻസ് 108 MB വേഴ്സസ് 48 MB അല്ലെങ്കിൽ 50 MBയുടെ ഒരു ഇമേജ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പിൽ ഗാലക്സി S21 Ultra ആണ്. ഡിസ്ക് ബ്രേക്കിൽ ഡീറ്റെയിലിംഗ് ഇട്ട് നമുക്ക് ഇവിടെ പോവാം. ഓക്കെ, ആണോ ഗൈസ്, നല്ല നമുക്കിത് ഇവിടെ പോവാം. നമുക്ക് ഈ ഒരു ഏരിയ വെച്ച് ഞാൻ സൂം നിർത്താം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സൂം നിർത്താം. ആൻഡ് മീൻ വൈൽ ഈ സംബന്ധിച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ വെച്ച് മാക്സിമം തന്നെ സൂം കട്ടാവണം. ഇനി ഞാൻ സൂം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് ശ്രദ്ധിച്ചോ, കണ്ടോ ഗാലക്സി S21 Ultra 180 ഇത്രയും ക്ലോസ് ആ സെയിം സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ. കണ്ടോ, ഈ ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് സൂം ഔട്ടായി, നമ്മുടെ വിവോ X70 Pro Plus സൂം ഔട്ടായി. ആൻഡ് ഇത്രയും റിയലി ക്ലോസ് സബ്ജക്റ്റ് നമുക്ക്, ദാറ്റ് മീൻസ് 108 MBയിലാണ് നല്ല എക്സ്ട്രീം ക്ലോസ് സബ്ജക്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ രണ്ടും നല്ല ഡീറ്റെയിലിംഗ് കൊണ്ടിട്ട് ഒന്നും അതിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് ബാഡ് ഒന്നും അടിക്കാൻ, രണ്ടും നല്ല ഡീറ്റെയിലിംഗ് തന്നെയാണ്. ദാറ്റ് മീൻസ് കണ്ടോ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെയുണ്ട് രണ്ടിലും. ഇവിടെയാണ് മെയിൻ ഫോക്കസ് വന്നിരിക്കുന്നത് കണ്ടോ രണ്ടിൻ്റെ. ഓക്കെ, കൊള്ളാം നമുക്ക്. പിന്നെ നല്ല നിങ്ങൾ റിയലി ക്രോസ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വിവോ X70 Pro Plusനേക്കാൾ നല്ല ഗാലക്സി S21 Ultra തന്നെയായിരിക്കും. ഇനി മാക്രോ ഷോട്ട് രണ്ടിലും കട്ടയ്ക്കായിരുന്നു. കണ്ടോ നിങ്ങൾക്കൊരു വിന്നറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ മാക്സിമം ഒന്ന് ക്ലോസ് ആക്കി നോക്കാം. കണ്ടോ നമുക്ക് ഇവിടം വരെ കിട്ടുന്നുണ്ട്. തന്നെ
ഇത് ഗാലക്സി S21 Ultra റിയലി ക്ലോസ് സബ്ജക്റ്റ് ആയിട്ടോ ഇമേജ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് അങ്ങനെ അറ്റം വരെ കിട്ടി. ആ പോയിന്റ് അടുത്ത് കാണിച്ചു തരാം. ഉണ്ടോ? സോ അവിടെ ഒരു സ്ലൈറ്റ് വിൻ നമ്മുടെ ഗാലക്സി S21 Ultra കാണാം. അതിൻ്റെ ടോപ്പായിട്ട് ഗാലക്സി S21 Ultra. ഇതാണ് ഗാലക്സി S21 Ultra, താഴെയാണ് X70 Pro Plus. ഓക്കെ, സോ മാക്രോ മോഡ് രണ്ടും കിടുവാണ്. ഇനി ജസ്റ്റ് ഒരു പോർട്രേറ്റ് സാമ്പിളാണ് കേട്ടോ ഇത്. ഓക്കെ, അതിനകത്തും ഞാൻ ഈ പറഞ്ഞ കളറിൻ്റെ കാര്യം നമ്മുടെ ഗാലക്സി S21 Ultra'യിൽ കുറച്ച് എനിക്കൊരു കളർ വൈബ്രൻസി എനിക്ക് കുറച്ചുകൂടെ തോന്നിയിട്ടുണ്ട് ഗാലക്സി S21 Ultra'യിൽ. പിന്നെ ഈ സെയിം സിറ്റുവേഷൻ എടുത്തപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു, ദാറ്റ് മീൻസ് നല്ല ക്ലിയർ, അത്യാവശ്യം ലൈറ്റ് ഒരു ബ്ലർ. പക്ഷേ ഇവിടെ അത്യാവശ്യം കണ്ടോ ഒരു ഹാർഡ് ബ്ലർ പോലെ ആയിപ്പോയി. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഏരിയയിൽ കണ്ടോ ഇവിടെ ഇച്ചിരി കണ്ടോ ബ്ലഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് നമ്മളിവിടെ. ബട്ട് ഇവിടെ നിന്ന് അത്യാവശ്യം ഗാലക്സി S21 Ultra പക്കയായിട്ട് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ രണ്ടിലും ലൈവ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ദാറ്റ് മീൻസ് ലൈവ് ഫോട്ടോ എന്ന് വെച്ചാൽ മോഷൻ ഫോട്ടോ എന്ന് നമ്മുടെ ഗാലക്സി സാംസങ് പറയും, ലൈവ് ഫോട്ടോ നമ്മുടെ X70 Pro Plus. ദാറ്റ് മീൻസ് നമ്മുടെ ഞാൻ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സെക്കൻഡ് പുറകിൽ ഒരു സെക്കൻഡ് മുമ്പിലുള്ള സംഭവമാണ്. അത് ഞങ്ങൾക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി, ഉണ്ടോ? അത്രയുള്ള സംഭവം. അതേപോലെ നമ്മൾ ഇതിനകത്താണെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് പുറകിൽ ഒരു സെക്കൻഡ് മുമ്പിലുള്ള ഒരു സംഭവം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടിൻ്റെ ഒരു സൂംഡ് ഷോട്ടാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ സാമ്പിൾസ് ഞാൻ തരാം. ഓക്കെ, സൂംഡ് ഷോട്ടും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ്, ആ കളർ വൈബ്രൻസ് എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ഗാലക്സി S21 Ultra'ക്ക് തന്നെയാണ്. ആൻഡ് ഇത് നമ്മുടെ മാക്സിമം 60x വേഴ്സസ് 100x. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ 10x ഒപ്റ്റിക്കലാണ് നമ്മുടെ ഗാലക്സി S21 Ultra വരുന്നത്, 10x ഒപ്റ്റിക്കൽ. ഓക്കെ, ആൻഡ് മീൻ വെയിൽ നമ്മുടെ Vivo X70 Pro Plus 5x ഒപ്റ്റിക്കലും 60x ഡിജിറ്റലാണ്. സോ അതിൻ്റെ അറിയാനുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മാക്സിമം 60x അല്ലെങ്കിൽ 100x നിൽക്കുമ്പോൾ നല്ല അത്യാവശ്യം 60xൽ X70 Pro Plus അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് എങ്ങനെ കിടന്ന് ആടുമായിരുന്നു. മീൻസ് ഞാൻ ആ സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബട്ട് ഇത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരുന്നു നമ്മുടെ നമ്മുടെ ഗാലക്സി S21 Ultra. ഇത് എക്സ്ട്രീം ക്ലോസ് സബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഉണ്ടോ അത്രയും റിയലി ക്ലോസ് ആയി. ദാറ്റ് മീൻസ് ഇത് ഇവിടെ വെച്ച് കുറച്ചുകൂടെ ബാക്കിൽ വെച്ച് 60x ആയിരുന്നു, അവിടെ വെച്ച് കട്ടായി. ഓക്കെ, ഇനി നമ്മളൊരു ബൈക്കിൻ്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾ കണ്ടോ. സോ ഈ സെയിം സംഭവം നിങ്ങൾ ആ ഒരു ഗ്രീൻ ശ്രദ്ധിച്ചോ, കുറച്ചും കൂടെ മോർ ലൈക്ക് എ നാച്ചുറൽ കളേഴ്സ് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ Vivo X70 Pro Plus ആണ്, ഉണ്ടോ? ഇപ്പോൾ ആ ഡോമിനാറിന് എഴുതിക്കണം ഈ ഒരു ഗ്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഗ്രീൻ ശ്രദ്ധിച്ചോ. ഇതിവിടെ വരെ നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി ബാക്ക് അടിക്കാം. ഉണ്ടോ ഈ ഏരിയ ശ്രദ്ധിച്ചറിയാം, നല്ല ഡീപ്പറാണ് നമ്മുടെ ഗാലക്സി S21 Ultra, ഉണ്ടോ? സോറി. സോ ഇൻ കമ്പാരിസൺ എവറി ഷോട്ട്സിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ഡൈനാമിക് റേഞ്ചും കളർ അക്യുറസിയും കുറച്ചും കൂടെ വന്നേക്കണേ. ഇതൊരു മോർ ലൈക്ക് ഒരു പ്രിഫേർഡ് നാച്ചുറൽ ഒരു പ്യുവർ ടോണാണ് X70 Pro Plus നൽകില്ലെങ്കിൽ ഗാലക്സി S21 Ultra കുറച്ചും കൂടെ ഒരു ഡൈനാമിക് റേഞ്ച് കൂട്ടി ഒരു കളർ ഇച്ചിരി പഞ്ചിനെസ് എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ പഞ്ചിനെസ് ഒന്നുമല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഒരു പഞ്ചിനെസ് കളേഴ്സാണ്. ഓക്കെ, ഇതൊരു കാറിൻ്റെ ആണ്. ഈ സെയിം സംഭവം ദാറ്റ് മീൻസ് ആ റെഡ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് കുറച്ചും കൂടി ഒരു ഡീപ്പർ റെഡ് വന്നിട്ടുണ്ട്. ആൻഡ് മീൻ വെയിൽ ഇത് കുറച്ചും കൂടി പ്ലെയിൻ. ഇത് നമ്മുടെ സെയിം തന്നെ 108 MB മോഡ് വേഴ്സസ് 50 MB മോഡാണ്. നമുക്ക് ഞാൻ റിയലി ക്ലോസ് സബ്ജക്റ്റ് ആവുന്നുണ്ടോ ഗാലക്സി S21 Ultra പോകണം നോക്കിയോ, ഉണ്ടോ എച്ചിൻ്റെ ഐക്കൺ ആട്ടോ അത്. ഇനി നമുക്ക് ഇവിടെ ഉണ്ടോ ഇവിടെ വെച്ച് ദാറ്റ് മീൻസ് ആ എച്ച് തുടങ്ങുക ആ ഐക്കണിൻ്റെ അവിടെ വെച്ച് നമ്മുടെ സൂം ലോസ്റ്റ് ആയി പോയി. ബട്ട് നമ്മൾ ഇത് നോക്കിയോ S21 Ultra റിയലി ക്ലോസ്ഡ് സബ്ജക്റ്റാണ് നമുക്ക് വരിക. ഓക്കെ, സോറി, ഇത് കുറച്ച് പോർട്രേറ്റ് ഷോട്ട്സ് ആണ്. പോർട്രേറ്റ് ഷോട്ട്സിൽ എനിക്ക് ചെറിയതായിട്ട് ഡീറ്റെയിലിംഗ് എനിക്ക് കൂടുതൽ ലൈറ്റായിട്ട് ചില സിറ്റുവേഷൻസിൽ എനിക്ക് നമ്മുടെ Vivo X70 Pro Plus ഗാലക്സി S21 ചില സിറ്റുവേഷൻസിൽ കേട്ടോ. ഇത് രണ്ടിൻ്റെ ഒരു നോർമൽ ഷോട്ടാണ്. നമുക്ക് ആ പൂവിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഉണ്ട് ഈ എല്ലാ സിറ്റുവേഷനിലും ഗാലക്സി S21 Ultra'യുടെ സൂം റേഞ്ച് നോക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ച് പൊട്ടുക. അതായത് മീൻസ് Vivo X70 Pro Plus. Vivo X70 Pro Plus എന്ന് വെച്ചാൽ എത്രത്തോളമാണോ പൂവിനെ പക്കയായിട്ട് കാണിക്കാൻ പറ്റുക അതിൻ്റെ അപ്പറായിട്ട് പോവില്ല. നിങ്ങൾ ആ ഗ്രീൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും ക്ലോസ് ആക്കി കാണിച്ചിട്ട് ആ ഗ്രീനും റെഡൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നല്ല ഡീപ്പറാണ് ഗാലക്സി S21 Ultra. ഞാൻ ആ ഗ്രീൻ ഒന്ന് ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് സൂം ലോസ്റ്റ് ആവും കേട്ടോ. എന്തോരം ക്ലോസ് അപ്പ് ടു സബ്ജക്റ്റ് ആണെന്ന് നോക്കിയോ ഗാലക്സി S21 Ultra വരുന്നത്. ഓക്കെ, കണ്ടോ, വാവ്, ഇൻക്രെഡിബിൾ. സോ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഹെഡായിട്ട് നിൽക്കുന്നത് ഗാലക്സി S21 Ultra'യാണ്. ഇനി വേറൊരു ഷോട്ട്. പക്ഷേ ഈ ഷോട്ടിലൊക്കെ എനിക്ക് ഈ കുറച്ചും കൂടെ ഡെപ്ത് എഫക്റ്റ് കുറച്ചും കൂടെ നൈസായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തേക്കണം. ദാറ്റ് മീൻസ് ചിലതുണ്ട് ഇവിടെയൊക്കെ ഇവിടെ ബ്ലർ ഔട്ടായി പോയി ഉണ്ടോ, ഇവിടെയും ചെറുതായിട്ട് ബ്ലർ ഔട്ട്, ബട്ട് കുറച്ചും കൂടെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ച് ഇൻ കമ്പാരിസൺ വെച്ച് നോക്കി. കാരണം അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, കാരണം കുറച്ചെടുത്തല്ല പിന്നെ ഇല അങ്ങനെ ഇച്ചിരി ഡിഫിക്കൽട്ട്. എന്നാലും X70 Pro Plus മാനേജ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചെറിയൊരു ഇഷ്യൂസ് ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. ബട്ട് ഗാലക്സി S21 Ultra ആ ഏരിയയെ അങ്ങ് കളഞ്ഞു. ബട്ട് അതൊരു നീറ്റായിട്ട് കളഞ്ഞു. ദാറ്റ് മീൻസ് ഇത്ര ഏരിയ ഫോക്കസിലുള്ള ഏരിയ പക്ക ഫോക്കസിൽ, ബാക്കിയാണ് അവർ കളഞ്ഞേക്കണേ.
ഈ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി ഇതിൻ്റെ ഡിഫറൻസ്. ഈ കണ്ടോ, ആ ഗ്രീൻ ശ്രദ്ധിച്ചോ, വല്ല ബന്ധമുണ്ടോ ഈ രണ്ട് ഗ്രീൻ തമ്മിൽ? സോ ഗാലക്സി S21 Ultra'യുടെ ഷോട്ട് ഇതിനകത്ത് ഇച്ചിരി ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇച്ചിരി കൂടിയിട്ടുണ്ട്. ബട്ട് ഇതല്ല എക്സാക്ട് കളർ, ഇതുമല്ല എക്സാക്ട് കളർ, ഇൻ ബിറ്റ്വീൻ ഒരു സംഭവമാണ് എക്സാക്ട് കളർ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് ഇച്ചിരി പെയിൽ പോലെ ആയിപ്പോയി, ഇച്ചിരി പെയിലുള്ള ക്ലോസ്ഡ്, ഓൾമോസ്റ്റ് ക്ലോസ് വന്നേക്കുന്നത് ഇതാണ്. ഇത് വെച്ച് ഇച്ചിരി ഓവർ ഡൈനാമിക് റേഞ്ച് ആയിപ്പോയി ഈ സിറ്റുവേഷൻ. ബാക്കി സിറ്റുവേഷനിലൊക്കെ കുറച്ച് അടുപ്പിച്ചായിരുന്നു, ബട്ട് ഈ സിറ്റുവേഷൻ ഇച്ചിരി ഇതായിപ്പോയി. ഓക്കെ, അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യും. എനിക്ക് ഇതായിക്കോ, ഇത് ഭയങ്കര ഓവറായിപ്പോയി, ഇച്ചിരി ഓവറായിപ്പോയി. കാരണം മീൻസ് ആ ഗ്രീനൊക്കെ ശ്രദ്ധിച്ചത്, ഇവിടുത്തെ ഗ്രീൻ ശ്രദ്ധിച്ച് കണ്ടോ. ഇനി മൂവിങ് ടു ദ ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ട് ക്യാമറ രണ്ടിൻ്റെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ബട്ട് നമ്മുടെ ഗാലക്സി S21 Ultra'യുടെ ഫ്രണ്ട് ക്യാമറ ആണ് എനിക്ക് കുറച്ചും കൂടെ 40 MB ഫ്രണ്ട് ക്യാമറ വേഴ്സസ് 32 MB ആണ് X70 Pro Plus. കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഇപ്പം ഞാൻ മുടിയുടെ ഏരിയ കാണിച്ചു തരാം. കണ്ടോ, ആ ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ടും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് നമ്മുടെ ഗാലക്സി S21 Ultra. അവിടെ വെച്ച് ഡീറ്റെയിലിംഗ് പോട്ട്, ബട്ട് അത്യാവശ്യം നല്ല ഇമേജ് ആണ് രണ്ടിലും അതിനെ. എല്ലാ സിറ്റുവേഷനും നമ്മൾ ആ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മുടെ ഗാലക്സി S21 Ultra തന്നെയാണ്. വൺ മോർ ഷോട്ട്. കണ്ടോ, ആ മുടിയുടെ അവിടം വരെ നല്ല ഫോക്കസ് തന്നെയുണ്ട്. സോ എനിക്കിതിനകത്ത് പേഴ്സണലായിട്ട് ഏത് ഫോട്ടോ ആണ് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഗാലക്സി S21 Ultra ആണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സിനാരിയോസിൽ ഇപ്പോൾ എനിക്ക് ഫോട്ടോസ് ഇഷ്ടപ്പെട്ടത് ഗാലക്സി S21. ബട്ട് ഇതിൻ്റെ മോഡ്സ്, ക്യാമറയുടെ UI അന്യായ റേഞ്ചുള്ള മോഡ്സ്, ദാറ്റ് മീൻസ് ആണോ ഇതിനകത്ത് പ്രോ സ്പോർട്സ് മോഡ്, സൂപ്പർ മൂൺ മോഡ്, അങ്ങനെ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോഡ്സ്. അത് മാത്രമല്ല നമുക്ക് വീഡിയോയ്ക്കകത്താണെങ്കിലും കുറച്ചും കൂടെ ഈ പോർട്രേറ്റ് കാണിച്ചിട്ടുണ്ടോ, പോർട്രേറ്റ്സിനകത്ത് നമുക്ക് സ്റ്റൈൽസിനകത്ത് ഇവർ ഇതായിട്ട് സേസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ തന്നെ അവർ തന്നെ കുറച്ച് തന്നേക്കണ കുറച്ചൊരു നല്ലൊരു കിഡിലൻ നമ്മൾ പോർട്രേറ്റ്സിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്. സോ അതൊക്കെ കിട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ നൈസായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്. അത് നൈറ്റ്, പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം മിസ്സായി പോയെന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റ് മോഡ് ഒരു രക്ഷയില്ല. ഗാലക്സി S21 Ultra'യുടെ ഡയറക്റ്റ് ഒരു കമ്പാരിസൺ പോലും നൈറ്റ് മോഡ് നെക്സ്റ്റ് ലെവലിനായി. അത് മാത്രമല്ല അത് ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്യാം, അങ്ങനെ പല റേഞ്ചിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് വൈസ് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ നമ്മുടെ Vivo X70 Pro Plus ആണ്. പിന്നെ മറ്റേത് ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പറഞ്ഞ ഈ പിക്ചേഴ്സിനാരും നോക്കിയോ, ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു നാച്ചുറൽ, ദാറ്റ് മീൻസ് ഐഫോൺ യൂസേഴ്സ് ചിലർക്ക് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവരുടെ ഐഫോൺസിലെ നേരത്തെയൊക്കെ ഇമേജസ് വന്നുകൊണ്ടിരുന്നത് കുറച്ചും കൂടി ഒരു റിയൽ ലൈഫിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട്, ദാറ്റ് മീൻസ് അങ്ങനത്തെ ഒരു ഇമേജാണ് ഐഫോൺസ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു പാറ്റേൺ ഇപ്പോൾ X70 Pro Plus പിടിക്കുന്നത്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു നേച്ചർ. ആൻഡ് മീൻ വെൽ നമ്മുടെ ഗാലക്സി S21 Ultra, സാംസങ് പണ്ട് പോലെ അങ്ങനെയാണ് കുറച്ചും കൂടി ഒരു AI വെച്ചിട്ട് കുറച്ചും കൂടെ ദാറ്റ് മീൻസ് ഒരു എന്താ പറയുകയെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യില്ല, ബട്ട് നാച്ചുറലിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡൈനാമിക് റേഞ്ച്, ഐ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഇമേജസ് ആണ് നമ്മുടെ ഗാലക്സി S21 Ultra. സോ അത് പ്യുവർലി നിങ്ങളുടെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നാച്ചുറൽ ടോൺസ് ടൈപ്പ് കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ X70 Pro Plus ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഗാലക്സി S21 Ultra ആയിരിക്കും ഇഷ്ടമാവുക. പിന്നെ അതിൻ്റെ ക്യാമറാസിൻ്റെ സ്പെക്കുകൾ പെട്ടെന്ന് പറയാം. നമ്മുടെ 108 MB മെയിൻ ക്യാമറയാണ് ഗാലക്സി S21 Ultra. ഈ സെയിം സമയത്ത് നമ്മുടെ 50 MBയുടെ ഒരു ക്യാമറയാണ് നമുക്കിവിടെ വരിക. പിന്നെ നമുക്ക് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 MBയുടെ അൾട്രാ വൈഡ്, നമുക്ക് ഇവിടെ വരുന്നത് 48 MBയുടെ അൾട്രാ വൈഡ്. അതൊരു ഗിംബൽ OIS ആണ്. ഇതിൻ്റെ 4 ക്യാമറയിൽ OIS ഉണ്ട് നമ്മുടെ നമ്മുടെ X70 Pro Plus. ആൻഡ് ദെൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 MBയുടെ ടെലിഫോട്ടോ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 12 MB ടെലിഫോട്ടോ ആൻഡ് 8 MBയുടെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ് വരുന്നത്. 5x ഒപ്റ്റിക്കൽ 6x ഡിജിറ്റൽ. ആൻഡ് ഇവിടെ നമുക്കൊരു 10 MBയുടെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ, അതൊരു 10x ഡിജിറ്റൽ 10x ഒപ്റ്റിക്കൽ 100x ഡിജിറ്റലാണ് വരിക. ഓക്കെ, സോ അത്ര ഉള്ളു ഗൈസ് ഒരു ക്വിക്ക് നമ്മുടെ ഒരു ക്യാമറ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചോടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ മോഡ്സ്, UI മോഡ്സ് അല്ല, ക്യാമറയുടെ സാമ്പിൾസും കാര്യങ്ങളും. എനിക്ക് ആ പേഴ്സൺ കുറച്ച് ഡൈനാമിക് റേഞ്ച് കൂടിയ ഇമേജസ്, പിന്നെ 100x സൂമിംഗ് ഒന്നും ഇതിനകത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാലക്സി S21 Ultra ഉണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുവാണ്. പിന്നെ ഇത്രയും ദാറ്റ് മീൻസ് X70 Pro Plus മിനിഞ്ഞാന്ന് കുറച്ച് നാളായുള്ള ഇറങ്ങിയിട്ട്, അപ്പോൾ ഇത്രയും നാളായിട്ടും സ്റ്റിൽ കിഡു തന്നെയാണ്, ടോപ്പ് ഓഫ് ദ റേഞ്ച്. സോ ഗാലക്സി S21 Ultra ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതിൻ്റെ UI കാര്യങ്ങൾ, UI മോഡ്സ്, ഹൊറിസോൺ ലൈൻ സ്റ്റെബിലൈസേഷൻ, അതൊക്കെ നെക്സ്റ്റ് ലെവല്, ഒരു കമ്പാരിസൺ പോലില്ല. ഹൊറിസോൺ ലൈൻ സ്റ്റെബിലൈസേഷൻ, ഗിംബൽ സ്റ്റെബിലൈസേഷൻ, അതിൻ്റെ സ്റ്റെബിലൈസേഷൻ മോഡ്സും കാര്യങ്ങളൊക്കെ കിഡിലാണ്. പിന്നെ അത് മാത്രമല്ല നാച്ചുറൽ ടോൺ പ്രിഫേർഡ് കളേഴ്സ്. സോ അങ്ങനെയുള്ളവരാണ്, ദാറ്റ് മീൻസ് ഒരു നാച്ചുറൽ ടോണും കാര്യങ്ങളും, പിന്നെ സ്റ്റെബിലൈസേഷൻ, ദാറ്റ് മീൻസ് വ്ളോഗേഴ്സ്, ഇറ്റ്സ് ഫോർ വ്ളോഗേഴ്സ് അങ്ങനെ ഞാൻ പറയും. അങ്ങനത്തെ ഒരു കിഡിലൻ ഫോണാണ് നമ്മുടെ X70 Pro Plus. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.